ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രപഞ്ചത്തിന് യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് എന്താണ് സംസാരിക്കാനുള്ളത് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ 3 ഫോട്ടോസ് വച്ചിട്ടുണ്ട്. 3 ഫോട്ടോയിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം റീഡിങ് കേൾക്കുക. മാത്രമല്ല, ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോ റീഡിങ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു ചാനലിലെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇതെങ്ങനെ മാച്ച് ആവുന്നു ഇതനുസരിച്ചിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫിന് ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടാരോ റീഡിംഗ്, കളക്റ്റീവ് റീഡിംഗ് മാത്രമായിട്ട് നിങ്ങൾക്കിതിനെ റിജക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാച്ച് ആവാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഞാനും ഹാപ്പിയാണ്. പിന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾക്കിത് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. കണ്ണടച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം റീഡിങ് കേൾക്കുക. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫോട്ടോ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻസ്, വറീസ്, ആങ്സൈറ്റീസ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം, ചിലപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി ആയിരിക്കാം, എല്ലാം ഫുള്ളായിട്ട് അങ്ങ് ലെറ്റ് ഗോ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എവിടെയൊക്കെയോ നിങ്ങൾക്കൊരു ഫിയർ ഉണ്ടാവാം. ചിലപ്പോൾ ഭാവിയെക്കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കാം. ഈ ഒരു സമയത്ത് ഈ ഒരു ഫിയർ, പേടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓർക്കാതിരിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതല്ല. തൽക്കാലത്തേക്ക് അവിടെ ഇരുന്നോട്ടെ, തൽക്കാലത്തേക്ക് അതിനെ ഒന്ന് മാറ്റി നിർത്തുക. അത് പൂർണ്ണമായിട്ടും അങ്ങ് സറണ്ടർ ചെയ്യുക പ്രപഞ്ചത്തിലേക്ക്. കൂടാതെ നിങ്ങളെ ഏതൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ചിന്തകളായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചില എനർജീസ് ആയിരിക്കാം സ്പിരിച്വൽ ഗ്രോത്തിന് നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ടുള്ളൊരു കണക്ഷൻ വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് വിട്ടുപോയതായിട്ട് തോന്നുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയോ നിങ്ങളുടെ ചിന്തകൾ കാരണമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരാൻ, നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവമായിട്ട് ഒരു കണക്ഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വറീസ്, ഫിയേഴ്സ്, ഇൻസെക്യൂരിറ്റീസ് എല്ലാം നിങ്ങൾ പൂർണ്ണമായിട്ടും അതേ ദൈവത്തിൽ തന്നെ, അതേ പ്രപഞ്ചത്തിൽ തന്നെ ലെറ്റ് ഗോ ചെയ്ത് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കൊരു കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് മെസ്സേജ് കാണുന്നത്. നിങ്ങൾക്കൊരു സന്ദേശമായിട്ട് വരുന്നത്, പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു പാത അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ജേണി എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്ന പാത കറക്റ്റ് തന്നെയാണ്. അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. പലതരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാം. അതിന് ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ പാകത്തിൽ തക്ക പല കാര്യങ്ങളും ഗൈഡൻസും തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അൺസർട്ടൺ ആയിട്ട്, അല്ലെങ്കിൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ കൂടി നിങ്ങൾ വിശ്വസിച്ചിട്ട് മുമ്പോട്ടേക്ക് പോവുക. അതത് സമയത്ത് വേണ്ട ഗൈഡൻസ്, സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്, യൂണിവേഴ്സായിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ധൈര്യമായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കാം. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും അന്നത്തെ സ്പിരിച്വൽ മെസ്സേജസ്, അല്ലെങ്കിൽ അന്നത്തെ പ്രപഞ്ചം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു 5 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. നിങ്ങളുടെ ബോഡിയിലേക്ക് ശ്രദ്ധിക്കുക. കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കുക. കാം ആൻഡ് ക്വയറ്റായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുക. സമാധാനമായിട്ട് ഉറങ്ങുക. ഉറക്കത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഉത്തരത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കുക. ഉത്തരം ഒന്നുകിൽ നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗൈഡൻസ് മെസ്സേജായിട്ട് നിങ്ങൾ തേടിയെത്തും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റിനും പലതരത്തിലുള്ള സൂചനകൾ, പലതരത്തിലുള്ള സൈൻ, സിമ്പിൾസ് എല്ലാം കാണുന്നുണ്ടാവാം. നിങ്ങൾക്ക് പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആണ്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ്. ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾ അവെയർ ആയിരിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പല കാര്യങ്ങളും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്.
മെസ്സേജസ് റിസീവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അതിനിടയ്ക്ക് മറ്റുള്ള ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്കൊരു, അതായത് നിങ്ങളെ തളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സന്ദേശങ്ങൾ തരുന്നതാണ്. അവർ പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതാണ്. അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. നേരെ മറിച്ച് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വളരെ എല്ലാം സറണ്ടർ ചെയ്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. ചോദ്യങ്ങളുടെ ഉത്തരം സ്വയം കണ്ടെത്താതിരിക്കാൻ ശ്രമിക്കുക. അത് ഡിവൈനിലേക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ ജേർണി ഇത് നിങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ തന്നെ എത്തിച്ചേരും. ഈ ഒരു സമയം എനർജി ഒന്ന് ക്ലൻസ് ചെയ്യുക, എല്ലാ വിഷമങ്ങളും റിലീസ് ചെയ്യുക, ഫുള്ളി സറണ്ടർ ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വരുന്നൊരു സന്ദേശം, നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശമായിട്ട് വരുന്നത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടേക്കോ വളരെ ഫാസ്റ്റായിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രസൻറ്റിലേക്ക് അവെയറായിട്ട് വരാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചുറ്റിനും ചുറ്റുപാടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളുണ്ടാവാം. ചിലപ്പോൾ ഒരു ഫ്ലവർ ആയിരിക്കാം, ഒരു മനോഹരമായിട്ടൊരു പുഷ്പമായിരിക്കാം. അതിൻ്റെ മണമൊന്ന് ആസ്വദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും കാണുന്ന ചെറിയ ചെറിയ ഹാപ്പിനെസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരുപാട് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ലോഡ് ഒക്കെ ഒരുമിച്ചെടുക്കുന്നത് ഒന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക. ശരീരത്തിന് റെസ്റ്റ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ഫൺ ക്രിയേറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലുമൊക്കെ കോമഡി മൂവീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് കണക്ട് ചെയ്യുക. കുഞ്ഞുങ്ങളായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആനിമൽസ്, ചെറിയ പൂച്ചക്കുട്ടി, പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങളുടെ എനർജി, ഓവർവെൽമിംഗ് ആയിട്ട് പോകുന്ന എനർജി ഒന്ന് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓർക്കുക, ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷനിലായി പോകും. നേരെ മറിച്ച് റെസ്റ്റ് ചെയ്ത് പോസ് ചെയ്ത് വളരെ ക്ലാരിറ്റിയോട് കൂടി മുമ്പോട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ എളുപ്പത്തിൽ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതായത് ചില കാര്യങ്ങൾ നേരത്തെ കാലത്തെ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ക്ലാരിറ്റി പോലും അന്വേഷിക്കാതെ എന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്യുക. അതിനുശേഷം ഇപ്പോഴത്തെ സന്തോഷത്തിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് സൈൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ട്. ഏകദേശം ഫസ്റ്റ് ഫോട്ടോയിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രപഞ്ചം, നിങ്ങളുടെ ഇന്നർ സെൽഫ് ഒക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ്, ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ ഒക്കെ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. എല്ലാത്തിലും സമയം കണ്ടെത്തുക, എല്ലാത്തിനെയും ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഇത് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടുതൽ നിങ്ങളുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാരിറ്റി തരും ഇത്. ഓക്കെ ദെൻ പല കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളായിരിക്കാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഒരുമിച്ച് തലയിലേക്ക് ഏറ്റുവെക്കാൻ ശ്രമിക്കാതിരിക്കുക. ചില തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിട്ട് കാണുന്നു. പക്ഷേ തടസ്സമായിട്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തടസ്സം നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് പോസ് ചെയ്ത് കുറച്ചും കൂടി എനർജി ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പലതരത്തിലുള്ള ഹോബീസ്, നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുഞ്ഞുനാളിലെ ഹോബീസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലർക്ക് ഇത്തരത്തിലുള്ള ഹോബീസിലേക്ക് കണക്ട് ചെയ്യുന്നത് വഴി പുതിയ ഒരു ഇൻട്രസ്റ്റിലേക്ക് കണക്ട് ചെയ്യാനും അതുവഴി ചിലർക്ക് വരുമാന മാർഗ്ഗമായി തീരാനുമുള്ള സാധ്യതകൾ കാണുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സമയം, നിങ്ങളുടെ ക്വാളിറ്റി ടൈം, നിങ്ങളുടെ സമയം എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ എനർജി എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളെ ആരാണോ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താതെ നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ കൽപ്പിക്കാത്ത ആൾക്കാർ, ഇത്തരം ആൾക്കാരിൽ നിന്നും അകലം പാലിക്കുക. അത്തരം ആൾക്കാരെ ലൈഫിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർക്ക് ഇതൊരു ടോക്സിക് പാറ്റേണിൽ നിന്ന് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് ക്ലെൻസ് ചെയ്തിട്ട് പുറത്ത് വരാനുള്ളൊരു സമയമാണ്.
അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ടെൻഷനും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സമയത്ത് സ്ട്രെസ്സ് തരുന്നത്, ടെൻഷൻ തരുന്നത് ആലോചിക്കുക, അതിനെ എഴുതി വയ്ക്കുക. അത്തരം കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏത് കാര്യവും പെട്ടെന്ന് മാറ്റി നിർത്താൻ എന്ന് പറയുന്നത് എളുപ്പമല്ല. ഓർക്കുക, സമയമെടുക്കും. ഹീലിംഗ് എന്ന് പറയുന്നത് സമയമെടുക്കുന്നതാണ്. ഓരോ കാര്യങ്ങളും സമയമെടുത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് ഹീൽ ചെയ്ത് പുറത്ത് വന്ന് നിങ്ങളുമായിട്ട് അലൈനായിട്ടിരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊണേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള കുഞ്ഞു മാലാകക്കുട്ടിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള ഒരു പ്യുവർ ഓറയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കണം നിങ്ങൾ. ഓക്കെ, മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങൾ ഓർത്തിട്ട് എളുപ്പം സങ്കടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ബോൾഡായിട്ടുള്ള നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ്, ഷെയിം, നാണക്കേട്, വിഷമം, ദേഷ്യം ഒക്കെ നിങ്ങൾക്ക് തോന്നാം ഈ ഒരു സമയത്ത്. ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻ എന്താണോ അതിനെ നിങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലോവർ ഫ്രീക്വൻസീസ്, അത് വിഷമം, സങ്കടം, ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇന്നലെയോ മിനിയാന്നൊക്കെ ആയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളതിനെ ഓവർകം ചെയ്തിട്ട് പുറത്ത് വരുന്നതായിരിക്കാം. ഒരുപാട് പേര് ഇത്തരം അവസ്ഥയിൽ നിന്ന് ഹീൽ ചെയ്ത് പുറത്ത് വരുന്നതായിട്ട് കാണുന്നു. ചില നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. ഫൊർഗീവ്നെസ് ആണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുമായിട്ട് ഫൊർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റുള്ള ആൾക്കാരെയല്ല, സ്വയം ഫൊർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് സംഭവിച്ചു പോയ തെറ്റുകൾ എന്താണോ, പാസ്റ്റ് മിസ്റ്റേക്ക് എന്താണോ, ഒരു കുഴപ്പമില്ല. അതിനെ നിങ്ങൾ അംഗീകരിക്കുക, മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ചില ആൾക്കാർ നിങ്ങളെക്കുറിച്ചിട്ട് അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവാം. ഗോസിപ്പ്, റൂമേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കുറ്റം ഏറ്റെടുക്കേണ്ടി വന്ന അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് അനാവശ്യം പറഞ്ഞു നടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഒരുപാട് വിഷമം തന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്തൊക്കെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത്തരം ആൾക്കാരിൽ നിന്നും, അത്തരം സിറ്റുവേഷൻസിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും, അത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമായിരിക്കാം, അത്തരം സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കുക. ഓക്കെ, മുമ്പോട്ടേക്കുള്ള പാത കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ അത്രയും വിശ്വസിച്ച, സ്നേഹിച്ച ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലവേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. അവരുടെ ചില വാക്കുകൾ നിങ്ങൾക്ക് വേദന തന്നിട്ടുണ്ടാവാം. ഓക്കെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് അത് ഓർത്തുകൊണ്ടിരിക്കേണ്ട സമയമല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു എർത്ത് ഏഞ്ചൽസ് ആണ്. ഓക്കെ, ആ ഒരു മാലാഖ കുട്ടിയെ നിങ്ങൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള മാലാഖയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. മാലാഖ എന്ന് പറയുമ്പോൾ എല്ലാം ക്ഷമിച്ചു കൊടുത്ത് എല്ലാം പുറത്തു കൊടുത്ത് ഇരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. നോ പറയേണ്ട സിറ്റുവേഷൻസിൽ നോ പറയുക, ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ബൗണ്ടറി സെറ്റ് ചെയ്ത് സ്നേഹിക്കേണ്ട സ്ഥലത്ത് സ്നേഹിക്കുന്ന ആൾക്കാരാണ് മാലാഖ. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഏഞ്ചൽ ഗൈഡൻസ്, പ്രപഞ്ചത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പലരും പലതരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവാം. ഇത് നിങ്ങൾക്ക് ഹീലിങ്ങിനും മുമ്പോട്ടേക്ക് പോകാനുള്ള പാതയ്ക്കും ഒരു ക്ലാരിറ്റിയാണ് തരുന്നത്. നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ഒരു സമയം മാറി നിൽക്കേണ്ടതാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആൾക്കാർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാം, ചുറ്റിനുള്ള പ്രപഞ്ചശക്തികളുമായിട്ട് കണക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനസ്സിൻ്റെ സമാധാനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും സ്വീകരിക്കാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മെഡിറ്റേഷൻസ്, യോഗ പോലുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഭൂമിയിൽ കൂടി ചെരിപ്പിടാതെ നടക്കുന്നത് നിങ്ങളുടെ എനർജി ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ചുറ്റിനുള്ള നല്ല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല ആൾക്കാരോട് മാത്രം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത്. കാരണം നിങ്ങളുടെ എനർജി നെഗറ്റീവ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഓക്കെ, സോ ഒന്ന് സംയമനം പാലിക്കാം. ചില ആൾക്കാർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെസ്സേജ് കാണാൻ സാധിക്കുന്നു. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ്, ഒരു ഫ്ലവറാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫ്ലവർ നിങ്ങളുടെ പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ഡിവൈൻ
റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പർപ്പസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് റീചാർജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചിലർ നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്തി കഴിഞ്ഞതായിട്ട് കാണുന്നു. ചിലർക്ക് ഒരു ഏഞ്ചൽ മെസ്സേജ്, പ്രപഞ്ചത്തിൻ്റെ സന്ദേശം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സോൾ പർപ്പസായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക, ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ബേർഡൻ, ടെൻഷൻ, കൺഫ്യൂഷൻ എല്ലാം ഏഞ്ചൽസിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക, മദർ എർത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭൂമി ദേവി ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി എല്ലാം ഏറ്റെടുത്ത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്നതാണ്. നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, എനർജി എല്ലാം നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്കൊരു ഒരു ഒരു ഗ്യാപ്പ് വേണം, അല്ലേ? നമുക്കൊരു സ്പേസ് വേണം പുതിയ എനർജി വന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, എല്ലാത്തിനെയും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എനർജി നിങ്ങളിലേക്ക് വന്നിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങളതിന് അനുവദിക്കുക. അലൗ യുവർ സെൽഫ്. ഓക്കെ, ജോയ് ആൻഡ് റിലാക്സേഷൻ, നിങ്ങളുടെ സോളിനെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ അബണ്ടൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വെയിറ്റിങ്ങിലാണ്. സോ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മോശമായിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങൾ എന്താണോ, നിങ്ങൾക്ക് സപ്പോർട്ട് തരാത്ത കാര്യങ്ങൾ എന്താണോ, എല്ലാത്തിനെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് പുതിയ എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാലാഖയായിട്ട് പുറത്തേക്ക് വരാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് പുറത്തേക്ക് വരാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഇത് റെസൊനേറ്റ് ആയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.